ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് സൺഡേ അല്ലേ, ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചു, പിള്ളേർക്കൊന്നും എങ്ങും പോകണ്ട. അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടായി. കാപ്പി ഇന്ന് അപ്പവും ചമ്മന്തി പൊടിയായിരുന്നു. കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം രാവിലത്തെ പരിപാടി ഉച്ചത്തേക്കുള്ള ചോറ് തയ്യാറാക്കുക. അപ്പോൾ വെള്ളമൊക്കെ അടുപ്പിയിട്ടു, വെള്ളമൊക്കെ ചൂടായി. അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പിയിടാനായിട്ട് പോവുകയാണ്. അരി അടുപ്പിയിട്ടു. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇതുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റാൻഡിൻ്റെ കാലൊടിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പോൾ അടുപ്പിൽ വിട്ടു, അടച്ചു വെച്ച് നല്ലപോലെ തീ കത്തിച്ചു. അത് അവിടെ കിടന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് മീൻകറി വയ്ക്കാം. ഇന്ന് കുറച്ച് നാടൻ ചാള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് അരപ്പിനായിട്ട് ജാറിലോട്ട് കുറച്ച് തേങ്ങയും കുറച്ച് വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയല്ല, ഉലുവയും ചേർക്കുന്നത്, ഒരു 3 കൊച്ചുള്ളി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. മീനിലോട്ട് കുറച്ച് പച്ചമുളകും തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ നല്ലതാണ്. അപ്പോൾ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ടുള്ളൂ. കുറച്ച് ഉപ്പും ആവശ്യത്തിന് പുളിവെള്ളവും അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാവേ. അപ്പോൾ ആ സമയം നമുക്ക് ഇന്ന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇന്ന് കുറച്ച് തേട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിൽ കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ റെഡിയായി ഞാൻ വടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം മറന്നുപോയി. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഈ മീനുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പറക്കിയിടാം. അതർക്കുന്ന വേവട്ടെ. ഇതിൻ്റെ ഒരു അബദ്ധം പറ്റി, കാരണം വേറെ ഒന്നുമില്ല, മറിച്ചിട്ട് വേവിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കോരുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ കോരി എടുത്തു. അപ്പോൾ ഇനി മരിച്ചീനിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഇനി മരിച്ചീനി വണ്ടിയിൽ കൊണ്ടുവരുന്നത് 3 കിലോ 100 രൂപ. ഇന്ന് രാവിലെ മരിച്ചീനി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് തൊലികളെ അരിഞ്ഞ് ഇത് 3 വെള്ളം കഴുകുന്നുണ്ട്, നല്ല കട്ടുണ്ട് കഴുകുന്നത്. 3 വെള്ളം കഴുകി വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വയ്ക്കാതെ അടച്ച് വെച്ച് വേവിക്കാം. തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ മൈസൂർ ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേലിച്ചീര എന്നൊക്കെ പലയിടങ്ങളിലും പറയും. അങ്ങനെ ഞാനിതിനെ ഇലയൊക്കെ ഊരിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ കൂടി കുറച്ച് സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള ചേർക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് തോരൻ വയ്ക്കണം. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും സവാളയും നമുക്കിലോട്ട് ചേർക്കാം. ഒരുപാടങ്ങ് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അടച്ച് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് അരപ്പ് തയ്യാറാക്കാം. പക്ഷേ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഈ അരപ്പ് തയ്യാറാക്കുന്ന ഇടുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, മറന്നുപോയി. വേറെ എന്തോ തിരക്കിൽപ്പെട്ട് അങ്ങ് പോയി. ഇതിൽ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ച് ഇത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷമാണ് ഞാൻ അടപ്പെടുക്കുന്നത്. അപ്പം തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പോൾ തോരനൊക്കെ റെഡി ആയ സമയത്ത് നമ്മുടെ മരിച്ചീനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതും റെഡിയായി. അങ്ങനെ മരിച്ചീനി റെഡിയായി. ഇനി ഒഴിച്ചായി. ഇപ്പം ചോറിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലും കൂടി ചേർത്ത് കുറച്ച് തൈരുണ്ടായിരുന്നു. അപ്പോൾ തൈരും കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് അതിലോട്ടങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. സാധാരണ തേങ്ങ ചേർത്താണ് വെക്കുന്നത്, ഇന്ന് തേങ്ങ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് ചൂടാക്കാണ്ട്, പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വാഴയില വാട്ടി അതിലോട്ട് കുറച്ച് മരിച്ചീനിയും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മീൻ കറിയും കൂടി ഒഴിച്ച് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മീനും പിന്നെ നമ്മുടെ തോരനും പിന്നെ ഞാൻ ഈ വെച്ചിരിക്കുന്നത് അച്ചാറുണ്ട്. ഇത് കണ്ട മാങ്ങാച്ചാറെന്ന് പറയും, പക്ഷേ മാങ്ങാച്ചാറല്ല, പപ്പായ അച്ചാർ എന്നൊക്കെ പറയാറല്ലേ. അത് ട്രൈ ചെയ്ത് നോക്കിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ മതിയായിട്ട് കുറച്ച് മോര് കറിയും കൂടി ഒഴിച്ച് നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.